ഇനി കോഴിക്കോട്ടേക്കാണ്. അവിടെ പൂവാട്ടുപറമ്പിൽ ലഹരിവേട്ട. 1/2 കിലോയിലധികം ഹാഷിഷ് ഓയിലും 1.20 കിലോഗ്രാം കഞ്ചാവും പിടികൂടി. ചക്കുംകടവ് സ്വദേശി ഷാജഹാൻ, വാഴക്കാട് സ്വദേശി അബ്ദുൽ കരീം എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഷഹദ് റഹ്മാൻ ചേരുകയാണ്. ഷഹദ്, അപ്പോൾ വൻ ലഹരിവേട്ടയാണ്. ഇവരെക്കുറിച്ച് എങ്ങനെയാണ് പോലീസിന് വിവരം ലഭിച്ചത്? ഇവർ സ്ഥിരം ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങളുമായൊക്കെ ബന്ധമുള്ള ആളുകളാണോ? തീർച്ചയായും തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ലഹരി കേസുകളിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണ് രണ്ടുപേരും എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിലുള്ള പരിശോധന നടന്നു വരികയാണ്. അതിനിടയിലാണ് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്ന ഈ രണ്ടുപേരെയും എക്സൈസും ഡാൻസാപ്പും പോലീസും ചേർന്ന് പിടികൂടിയിട്ടുള്ളത്. അതായത് 1/2 കിലോയിലധികം ഹാഷിഷ് ഓയിലും 1.20 കിലോഗ്രാം കഞ്ചാവുമാണ് ഇവരിൽ നിന്നും പിടികൂടിയിട്ടുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പിടിക്കപ്പെട്ട പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഈ ഷാജഹാൻ എന്ന് പറയുന്ന പന്നിയങ്കര, ചെമ്മങ്ങാട് ടൗൺ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്ക് കളവ് കേസുകളുണ്ട്. അതായത് പന്നിയങ്കര, അതുപോലെ തന്നെ ചെമ്മങ്ങാട് ടൗൺ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിൽ ഈ കളവ് കേസുകളുണ്ട്. ഒപ്പം തന്നെ ഈ അബ്ദുൽ കരീമിനെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ കരീമിന് പന്തിരങ്കാവ് സ്റ്റേഷനിൽ 10 കിലോ കഞ്ചാവ് പിടിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു കേസിൽ കൂടി പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതായത് സ്ഥിരമായിട്ടുള്ള കുറ്റവാളികളാണ്. ആ കുറ്റവാളികളാണ് ഇപ്പോൾ വീണ്ടും ഡാൻസാപ്പിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും വലയിലായിട്ടുള്ളത്. ശരി ഷഹദ്.